Once again, all of you, welcome back to my YouTube channel. My name is Adira. So today we are going to discuss the fourth chemistry chapter of class 10th class students, and the chapter name is Carbon and its compounds. അപ്പം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആതിര. 10th ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ നാലാമത്തെ കെമിസ്ട്രി ചാപ്റ്ററായ കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ് എന്നതിനെ കുറച്ച് ഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് കാർബൺ എന്ന് പറയുന്ന എലമെന്റിന്റെ അറ്റോമിക് നമ്പർ 6 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 4 എന്നാണ് വരുന്നത്. സോ 2, 4 എന്ന് മീൻസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വരുന്നത് 4 ഇലക്ട്രോൺസ് ആയതുകൊണ്ട് അതിന്റെ വാലൻസി 4 ആണ്. ഈ കാർബണിനെ സംബന്ധിച്ച് 4 ഇലക്ട്രോൺസിനെ പൂർണ്ണമായി മറ്റൊരു എലമെന്റിന് കൊടുത്തോ അല്ലെങ്കിൽ അതിൽ നിന്ന് 4 ഇലക്ട്രോണിനെ വാങ്ങിയിട്ടോ ഒരു സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുക എന്നൊരു കാര്യം പോസിബിൾ അല്ലാത്തത് കൊണ്ട് കാർബൺ ഈ ഒരു പ്രോബ്ലം ഓവർകം ചെയ്യുന്നതാണ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തിട്ട്. ഓക്കെ, അപ്പം കാർബൺ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്താണ് അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 8 ഇലക്ട്രോൺസിനെ കംപ്ലീറ്റ് ചെയ്ത് സ്റ്റേബിൾ ആകുന്ന ഒരു കോൺഫിഗറേഷനിലേക്ക് എത്തുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ട് കാർബൺ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുന്നു. ഇലക്ട്രോൺസിനെ പൂർണ്ണമായും മറ്റൊരു എലമെന്റിന് കൊടുത്ത് അല്ലെങ്കിൽ വാങ്ങി ഫോം ചെയ്യുന്ന ബോണ്ടിനെ പറയുന്ന പേരായിരുന്നു അയോണിക് ബോണ്ട്. എന്നാൽ കാർബൺ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തുകൊണ്ട് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്ന അങ്ങനെ ഫോം ചെയ്യുന്ന ബോണ്ട്സിനെ പറയുന്ന പേരാണ് കോവാലന്റ് ബോണ്ട്. ഓക്കെ, അപ്പം ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്ത് ഫോം ചെയ്യുന്ന ബോണ്ടിനെ പറയുന്ന പേരാണ് കോവാലന്റ് ബോണ്ട്. അപ്പം ഇവിടെ ഇലക്ട്രോൺസിനെ കൊടുക്കുന്നുമില്ല വാങ്ങുന്നുമില്ല, 2 ആറ്റംസ് തങ്ങളിൽ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തിട്ടാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്. സച്ച് ബോണ്ട്സ് ആർ നോൺ ആസ് കോവാലന്റ് ബോണ്ട്. ഇനി 3 തരത്തിലാണ് നമുക്ക് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത്. സിംഗിൾ കോവാലന്റ് ബോണ്ട് ഉണ്ട്, ഡബിൾ കോവാലന്റ് ബോണ്ട് ഉണ്ട്, ട്രിപ്പിൾ കോവാലന്റ് ബോണ്ട് ഉണ്ട്. അപ്പം ബോണ്ട്സ് 3 തരത്തിലാണ്: ഡബിള്, സിംഗിള്, ട്രിപ്പിള്. അപ്പം അതിനെപ്പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. ഇപ്പം ഈ കോവാലന്റ് ബോണ്ട്, അതായത് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്ത് സ്റ്റേബിൾ ആകുന്ന കുറച്ച് എലമെന്റ്സിന്റെ ആ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ അതിന്റെ ഒരു ഫോർമേഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് ക്ലോറിൻ ആണ്. ക്ലോറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആദ്യം നിങ്ങളൊന്ന് എഴുതി നോക്കണം. ഫസ്റ്റ് ക്ലോറിൻ ആണ്. ക്ലോറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് അതിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 17. ക്ലോറിന്റെ അറ്റോമിക് നമ്പർ 17. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 2, 8, 7 എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പം 2, 8, 7 മീൻസ് ഒക്ടെറ്റ് അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 8 ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ഇലക്ട്രോണിന്റെ കുറവാണ് ക്ലോറിന് ഉള്ളത്. അപ്പം ക്ലോറിൻ ഈ ഒരു പോരായ്മ മറ്റൊരു ക്ലോറിൻ ആറ്റവുമായിട്ട് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും? പരിഹരിക്കും. അപ്പം മറ്റൊരു ക്ലോറിൻ ആറ്റം ആകുമ്പം Cl2 ആയിട്ട് മാറും. ഓക്കെ, ഓൾറെഡി നിങ്ങൾക്ക് അറിയാം ക്ലോറിൻ ഡൈ അറ്റോമിക് ആണ് എന്ന കാര്യം. ഇവിടെ ഈ 2 പേർക്കും അല്ലെങ്കിൽ ഈ 2 പേരും കൂടെ ചേർന്നിട്ടാണ് ക്ലോറിൻ സ്റ്റേബിൾ ആയ ഒരു സ്റ്റേറ്റിലേക്ക് എത്തുന്നത്. അതിനു വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ ഇലക്ട്രോൺസിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഈ ക്ലോറിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ ഒന്ന് റെപ്രസെന്റ് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7. 7ാമത്തെ ഇലക്ട്രോണിനെ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നു. അപ്പൊ അടുത്തൊരു ക്ലോറിനും കൂടെ വരയ്ക്കുക. 2ാമത്തെ ക്ലോറിൻ, അവിടെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് തന്നെയാണ്? 7 ഇലക്ട്രോൺസ് ആണ്. 1, 2, 3, 4, 5, 6, 7. ഓക്കെ, അപ്പം ഇവർ 2 പേരും കൂടെ ഓരോരോ ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുന്നു? ഷെയർ ചെയ്യുന്നു. അങ്ങനെ ഇവിടെ ഫോം ചെയ്യുന്നത് ഒരു ബോണ്ട് ഫോം ചെയ്യും. ഒരു ബോണ്ടിൽ 2 ഇലക്ട്രോൺസ് ആണ് വരുന്നത്. ഇവർക്കിടയിൽ ഓരോരോ ഇലക്ട്രോൺസിനെ ഫസ്റ്റ് ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുമ്പോൾ അതേ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് സെക്കൻഡ് ക്ലോറിന് എന്ത് ചെയ്തിരിക്കണം? ഷെയർ ചെയ്തിരിക്കണം. അപ്പം ഇവർ 2 പേരും ഓരോരോ ഇലക്ട്രോണിനെ ഷെയർ ചെയ്തുകൊണ്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 8 ഇലക്ട്രോൺസ് എന്നൊരു സ്റ്റെബിലിറ്റി സ്റ്റേറ്റിലേക്ക് എത്തുന്നു. ഇനി ഇത് ചേർത്തൊന്ന് വരച്ചു നോക്കുക. നിങ്ങൾ എന്നിട്ട് എണ്ണി നോക്കണം അതിനകത്ത് 8 ഇലക്ട്രോൺസ് ആയോ എന്ന്. 1, 2, 3, 4, 5, 6. ഈ ഒരു ബോണ്ടിനകത്ത് 2 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പം 6 + 2 ആയപ്പോഴത്തേക്ക് 8 ഇലക്ട്രോൺസ് ആയിട്ടുണ്ട്. സെയിം ഇതേപോലെ തന്നെ അടുത്ത ക്ലോറിന്റെയും കൂടെ നിങ്ങളൊന്ന് വരച്ചു നോക്കുക. 2, 4, 6, 2, 8. അപ്പം അവര് ഷെയർ ചെയ്തത് ഓരോരോ ഇലക്ട്രോൺസിനെ ആയതുകൊണ്ട് അവർക്കിടയിൽ ഫോം ചെയ്യുന്നത് ഒരു സിംഗിൾ കോവാലന്റ് ബോണ്ടാണ്.
അപ്പം ഒരു ബോണ്ടിൽ വരുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം എന്ന് പറയുന്നത് 2 ആണ്. ക്ലോറിൻ സ്റ്റേബിൾ ആകണമെങ്കിൽ അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 8 ഇലക്ട്രോൺസിനെ കംപ്ലീറ്റ് ആക്കണം. അപ്പം ക്ലോറിനെ സംബന്ധിച്ച് 7 എണ്ണം ഓൾറെഡി ഉണ്ട്, ഒരെണ്ണത്തിന്റെ ഡെഫിഷ്യൻസിയാണ് ഉള്ളത്. ആ ഒരെണ്ണം 2 ക്ലോറിൻ ആകുമ്പം 2 പേരും ഓരോരോ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്ത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒക്ടറ്റ് ആക്കി വെക്കുന്നു. അപ്പം ഇങ്ങനെയാണ് ക്ലോറിന്റെ ആ ഒരു സ്ട്രക്ചർ വരുന്നത്. അപ്പൊ അവർക്കിടയിൽ വരുന്ന ബോണ്ട് എന്ന് പറയുന്നത് സിംഗിൾ കോവാലന്റ് ബോണ്ട് ആണ്. അതുപോലെയാണ് ഹൈഡ്രജൻ. അപ്പം ഹൈഡ്രജൻ ആകെ മൊത്തം ഒരു ഇലക്ട്രോൺ ആണ് ഉള്ളത്. 2 ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ ഈ H2 എന്ന് പറഞ്ഞാൽ അതിനകത്ത് 2 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. സോ ഫസ്റ്റ് ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ, സെക്കൻഡ് ഹൈഡ്രജൻ അടുത്ത ഇലക്ട്രോൺ. അപ്പം ഇവർ തങ്ങളിൽ എന്ത് ചെയ്യുന്നു, ആകെ ഹൈഡ്രജന് ഒരൊറ്റ ഷെല്ലേ ഉള്ളൂ K, അത് കംപ്ലീറ്റ്ലി ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഇലക്ട്രോൺസിന്റെ ആവശ്യമേ ഉള്ളൂ. അപ്പം ഇവർ 2 പേരും കൂടെ ഓരോരോ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്ത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 എന്ന ഫോമിലേക്ക് വരുമ്പം ഹൈഡ്രജനും എന്താകും, സ്റ്റേബിൾ ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ അവർക്കിടയിൽ ഒരു സിംഗിൾ കോവാലന്റ് ബോണ്ടാണ് ഉണ്ടായത്. കാരണം അവർ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുകയാണ് ചെയ്തത്. ഇലക്ട്രോൺസിനെ കൊടുത്തതുമില്ല, വാങ്ങിയതുമില്ല. അങ്ങനെ കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യാതെ ഇലക്ട്രോൺസിനെ ജസ്റ്റ് ഷെയർ ചെയ്ത് മാത്രം ഒരു ബോണ്ട് ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെ പറയാവുന്ന പേരാണ് കോവാലന്റ് ബോണ്ട്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ക്ലോറിനും ഹൈഡ്രജനും ഇടയിൽ സിംഗിൾ കോവാലന്റ് ബോണ്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ അടുത്തത് നൈട്രജൻ ആണ്. അപ്പൊ നൈട്രജന്റെ അറ്റോമിക് നമ്പർ 7 ആയതുകൊണ്ട് നിങ്ങൾ കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കുക. 2, 5 എന്നാണ് വന്നത്. അപ്പം ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ഇലക്ട്രോൺസിന്റെ കുറവാണ് നൈട്രജന് ഉള്ളത്. ഓക്കെ, അപ്പം അവര് എത്ര ഇലക്ട്രോൺസിനെ തങ്ങളിൽ ഷെയർ ചെയ്യേണ്ടി വരും, 3 ഇലക്ട്രോൺസിനെ. എത്ര എണ്ണത്തിന്റെ കുറവാണോ ഉള്ളത് അത്രയും ഇലക്ട്രോൺസിനെ അവർ തങ്ങളിൽ എന്ത് ചെയ്യണം, ഷെയർ ചെയ്യണം. 2 പേരും ഒരേ നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തിട്ടാണ് ആ ഒരു ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പം ഒരു നൈട്രജൻ 3 ഇലക്ട്രോണിനെ ഷെയർ ചെയ്തെങ്കിൽ അടുത്ത നൈട്രജന് 3 ഇലക്ട്രോണിനെ ഷെയർ ചെയ്തിരിക്കണം. അപ്പം 3 ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്ത് ഫോം ആവുമെങ്കിൽ അവർക്കിടയിൽ ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കണം എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. 3 ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തു എങ്കിൽ അവർക്കിടയിൽ വരുന്നത് ട്രിപ്പിൾ ബോണ്ട് ആണ്. അപ്പം നൈട്രജന്റെ സ്ട്രക്ചർ ഞാൻ ഇവിടെ നിന്ന് വരയ്ക്കാം. അപ്പൊ ഔട്ടർ മോസ്റ്റിലുള്ളത് 5 ഇലക്ട്രോൺസ് ആണ്. 1, 2, 3. ഇത് ഷെയർ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന 3 ഇലക്ട്രോൺസ്. നെക്സ്റ്റ് രണ്ടാമത്തെ നൈട്രജൻ, ഇവിടെയും 5 ഇലക്ട്രോൺ ആണ്. അപ്പം ഇവര് തങ്ങളിൽ 3 ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യും, ഷെയർ ചെയ്യും. അപ്പം ബോണ്ട് വരച്ച് നോക്കുക. അപ്പം ഒരു ബോണ്ടിൽ 2 ഇലക്ട്രോൺ, അപ്പൊ മൊത്തത്തിൽ 3 ബോണ്ട് ആകുമ്പോൾ 6 ഇലക്ട്രോൺ. ഓൾറെഡി ഇവിടെ ഇരിക്കുന്ന 2, 6 + 2 ആകുമ്പോൾ 8 ഇലക്ട്രോൺസ് ഫോം ചെയ്യുന്നു. നെക്സ്റ്റ് ഈ നൈട്രജനും കൂടെ ഒന്ന് വരച്ചിരിക്കുക. അപ്പൊ അവിടെയും 3 ബോണ്ട് 2 ഇലക്ട്രോണുകൾ ആകുമ്പോഴത്തേക്ക് 8 ഇലക്ട്രോൺസ്. അപ്പൊ അവര് ഷെയർ ചെയ്തത് 3 പെയറാണ്. എന്ന് വെച്ചാൽ മൊത്തത്തിൽ 6 ഇലക്ട്രോൺസ് അവിടെ ഉണ്ട്. അപ്പൊ അവർക്കിടയിൽ ട്രിപ്പിൾ കോവാലന്റ് ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വാട്ടർ. H2O എന്നതാണ് വാട്ടറിന്റെ ഫോർമുല. H2O അതായത് ഒരു ഓക്സിജനോടൊപ്പം 2 ഹൈഡ്രജൻ എന്നതാണ് അതിന്റെ ആ ഒരു ഫോർമുല എന്ന് പറയുന്നത്. ഓക്സിജന്റെ കോൺഫിഗറേഷൻ അറ്റോമിക് നമ്പർ 8 ആണ്. അപ്പം 2, 6. ഓക്സിജനെ സംബന്ധിച്ച് 2 എണ്ണത്തിന്റെ കുറവാണുള്ളത്. അപ്പം ഒരു ഓക്സിജന് അതൊന്ന് സ്റ്റേബിൾ ആവണമെങ്കിൽ 2 ഇലക്ട്രോൺ കിട്ടണം. അപ്പം 2 ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ മാത്രമേ 2 ഇലക്ട്രോണിനെ എന്ത് ചെയ്യാൻ പറ്റൂ, കൊടുക്കാൻ സാധിക്കത്തുള്ളൂ, അതായത് ഷെയർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ആവുമ്പം ഓക്സിജന്റെ ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6. ഓക്കെ, ഇവിടെ ഒരു ഹൈഡ്രജനെ കൊടുക്കുക. നിങ്ങൾ ഇവിടെയും കൂടെ രണ്ടാമത്തെ ഹൈഡ്രജനെ കൊടുക്കുക. അപ്പം ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യണം, ഇവിടെയും ഒരു ബോണ്ട് ഫോം ചെയ്യണം. ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്. ഇത് ഇത്രയും കൂടെ ചേർത്ത് വരച്ച് നോക്കുക ഓക്സിജൻ സ്റ്റേബിൾ ആയോ എന്ന്. 2, 4, 6, 2, 8. ഓക്സിജൻ എന്തായിട്ടുണ്ട്, സ്റ്റേബിൾ ആയിട്ടുണ്ട്. അതേപോലെ ഇതൊന്ന് വരച്ച് നോക്കുക. 2, ഇത് 2 എന്ന് വെച്ചാൽ ഹൈഡ്രജനും സ്റ്റേബിളായി, ഓക്സിജനും എന്താവുന്നുണ്ട്, സ്റ്റേബിൾ ആവുന്നുണ്ട്. കാരണം അവരുടെ ഷെല്ല് കംപ്ലീറ്റ്ലി ഫില്ലാക്കുന്നുണ്ട്. അപ്പൊ ഇവർക്കിടയിൽ എന്ത് ബോണ്ടാ ഫോം ചെയ്തത്, ഒരു ഓക്സിജനും 2 ഹൈഡ്രജനും ആണ്. അവർക്കിടയിൽ അപ്പൊ എന്ത് ബോണ്ടാ വരുന്നത്, ഡബിൾ ബോണ്ട് ആണ് ഫോം ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് എന്താ വരുന്നത്, അമോണിയ. NH3 എന്നതാണ് അമോണിയയുടെ ഫോർമുല. അപ്പം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നൈട്രജന് സ്റ്റേബിൾ ആകണമെങ്കിൽ 3 ഇലക്ട്രോൺസിന്റെ കുറവുണ്ട്. അതുകൊണ്ടാണ് ഒരു നൈട്രജൻ 3 ഹൈഡ്രജനുമായിട്ട് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുന്നത്. ഒരു നൈട്രജൻ 3 ഹൈഡ്രജനുമായിട്ടാണ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്ത് ബോണ്ട് ഫോം ചെയ്യുന്നത്. NH3 എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഓൾറെഡി നൈട്രജന് ഉള്ള ഇലക്ട്രോൺസ് ആണ്. ഫസ്റ്റ് ഹൈഡ്രജൻ, സെക്കൻഡ് ഹൈഡ്രജൻ, തേർഡ് ഹൈഡ്രജൻ. ഓക്കെ, അവർ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുമ്പം ഇവിടെ ഫസ്റ്റ് ഹൈഡ്രജൻ, സെക്കൻഡ് ഹൈഡ്രജൻ, തേർഡ് ഹൈഡ്രജൻ. ഇത് ഫുള്ളി ചേർത്ത് നൈട്രജൻ വരച്ച് നോക്കുക 8 ഇലക്ട്രോൺസ് ആകുന്നോ എന്ന്. ഓൾറെഡി ഉള്ള 2, 4, 6, 8.
ഓക്കെ, അപ്പം നൈട്രജൻ സ്റ്റേബിൾ ആവുന്നുണ്ട്. NH3. അടുത്തയാണ് കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുമ്പം 2 ഓക്സിജനും 1 കാർബണുമാണ് അവിടെ ഉള്ളത് കാർബൺ ഡയോക്സൈഡ്. അപ്പം ഓൾറെഡി കാർബൺ ഉള്ളത് 4 ഇലക്ട്രോൺസ്, 1, 2. അപ്പം ഒരു ഓക്സിജൻ എത്ര ഇലക്ട്രോൺസിന്റെ കുറവാണ്? 2. അപ്പം ഒരു ഓക്സിജൻ എത്ര ഇലക്ട്രോണിനെ ഷെയർ ചെയ്യണം? 2 ഇലക്ട്രോണിനെ ഷെയർ ചെയ്യണം. അപ്പം ഫസ്റ്റ് ഓക്സിജൻ അതിന് 2 ഇലക്ട്രോണിനെ ഷെയർ ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പം ഇവിടെ ഓൾറെഡി 6 ഇലക്ട്രോൺ ഉണ്ടായിരുന്നു. അതിനകത്ത് 2 ഇലക്ട്രോണിനെ ഷെയർ ചെയ്തിട്ട് അവർക്കിടയിൽ ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യണം. ഓക്കെ, ഓക്സിജന് മൊത്തത്തിൽ 6 എണ്ണമാണ്. അത് 2 എണ്ണം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കൂടെ ഉള്ളത് 4 ഇലക്ട്രോൺസ് ആണ്. 1, 2, 3, 4. ഈ 4 എണ്ണോടാകുമ്പോൾ 8. അതുപോലെ ഇവിടെയും 6 എണ്ണത്തിൽ 2 എണ്ണം ഷെയർ ചെയ്യാൻ വെച്ചു, പിന്നെ 4 എണ്ണം അതിനോടൊപ്പം ഉണ്ട്. പിന്നെ ഈ ബോണ്ട് ചേർത്ത് വരയ്ക്കുകയാണെങ്കിൽ കാർബണും എന്തായിട്ടുണ്ട്? സ്റ്റേബിൾ ആയിട്ടുണ്ട്. അപ്പം ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ നിങ്ങൾ വരച്ച് തന്നെ പഠിക്കുക. എടുത്ത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട് എത്ര ഇലക്ട്രോൺസിന്റെ ഡെഫിഷ്യന്റ് ആണോ അത്രയും ഇലക്ട്രോൺസിനെ അത് അതിനോടൊപ്പം വരുന്ന ആറ്റവുമായിട്ട് എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. ഷെയർ ചെയ്ത് ഫോം ചെയ്യുന്ന ബോണ്ടിനെ പറയുന്ന പേരാണ് കോവാലന്റ് ബോണ്ട്. കോവാലന്റ് ബോണ്ടിനകത്ത് ഒരു ആറ്റവും അല്ലെങ്കിൽ ഒരു എലമെന്റും ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുന്നില്ല? കൊടുക്കുന്നുമില്ല, വാങ്ങുന്നുമില്ല. ജസ്റ്റ് അവർ തങ്ങളിൽ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്ത് ഒരു ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് അവിടെ നടക്കുന്നത്. പറഞ്ഞ ടോപ്പിക്ക് ക്ലിയർ ആയി എന്ന് കരുതുന്നു. താങ്ക് യു.